ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് അവലും നല്ല കറുത്ത പഴം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി കൂടി കേട്ടോ. ഒരുപാട് എണ്ണയോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതേപോലെ നന്നായിട്ട് പഴുത്ത കറുത്ത പഴമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ കളയാണ് ചെയ്യാറ്. പക്ഷേ ഇതേപോലെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മളെടുക്കുന്ന പഴം നന്നായിട്ട് കറുത്ത് ശരിക്കും പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റെസിപ്പിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കൂടെയേ ഉള്ളൂ. അപ്പോൾ കുട്ടീസിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ എപ്പോൾ പാത്രം കാലിയെന്ന് ചോദിച്ചാൽ മതി. കാരണം നല്ല മധുരത്തിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. നമുക്ക് പോയിട്ട് തന്നെ സമയം കളയാതെ എങ്ങനെയാണ് നമ്മുടെ ഈ റെസിപ്പി ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഈ നല്ല സ്വീറ്റായിട്ട് റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ അവലും അതേപോലെ തന്നെ പഴം തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പഴം എടുക്കുമ്പോൾ നന്നായിട്ട് കറുത്ത് ശരിക്കും പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാകുന്നത്. നമ്മളിപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള കറുത്ത പഴമൊക്കെ കളയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു തവണ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാനിവിടെ അവലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പഴം ഉണ്ടല്ലോ, അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നമ്മുടെ ഈ പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പഴം കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചെറുപഴം എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മധുരമുള്ള പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ നന്നായിട്ട് പഴുത്തിരിക്കുന്ന പഴം തന്നെയാണ്. നമ്മുടെ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോഴാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനൊക്കെയാണെങ്കിലും പെട്ടെന്ന് എളുപ്പം ഉണ്ടാവുക. അതേപോലെ തന്നെ പെട്ടെന്ന് ഉടഞ്ഞു വരികയും ചെയ്യും. കാരണം നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുള്ള പഴമായിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് പഴുത്ത് കഴിയുമ്പോൾ എന്തായാലും മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ പഴമൊക്കെ ആണെങ്കിലും വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ആ ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് 2 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പഴം എടുക്കുമ്പോൾ 2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തീരെ കനം കുറഞ്ഞ നൈസായിട്ടുള്ള അവലുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് അവലാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് നമ്മുടെ തേങ്ങ ചിരകിയതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് അവലെടുക്കുമ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് ശരിക്കും ഒന്ന് നല്ലതായിട്ട് ക്രിസ്പി ആവുന്ന പരുവം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിലാണ് തേങ്ങയിലുള്ള വെള്ളമൊക്കെ ആണെങ്കിലും നല്ലതുപോലെ ഒന്ന് വറ്റി ശരിക്കും ഒന്ന് ഡ്രൈ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം നമുക്ക്. കണ്ടോ, നമ്മൾ എടുത്തു കൊടുത്തിരിക്കുന്ന അവലിൻ്റെ നേർപകുതിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടാണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വലിയ ചൂടുണ്ടോ തീ ചൂടൊന്ന് മാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇത് ശരിക്കും ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് അറിയണ്ട്, നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങ് ശരിക്കും ഫൈൻ പൗഡർ പോലെയൊന്നുമല്ല, ചെറിയൊരു തെരുതെരുപ്പോട് കൂടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കറക്റ്റുള്ള പരുവെന്ന് പറയുന്നത്. ഇത് മതിയാവും. അപ്പോൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് അതേ പാൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അടുത്തേക്ക് നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഓയിലൊക്കെ ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നന്നായിട്ട് മെൽറ്റായിട്ടുള്ള നെയ്യാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കാഷ്നട്ടാണ്. അപ്പോൾ കാഷ്നട്ട് അല്ല ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മുടെ പിസ്ത, ബദാം അതുപോലെ ഏതാണെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കാഷ്നട്ടൊക്കെ ആണെങ്കിൽ നല്ലപോലെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നന്നായിട്ട് പഴുത്ത നമ്മുടെ പഴമുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഗ്യാസ് ഒരു മീഡിയത്തിലാക്കി നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അത് പെട്ടെന്ന് ഉടഞ്ഞു വന്നോളും, നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ. ഉണ്ടോ, ശരിക്കും ആ നെയ്യിൽ കിടന്നുകൊണ്ട് ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ നെയ്യുടെ ഒരു മണം ഉണ്ടാവുമല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഈ പഴം അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഇതേ പാനിൽ തന്നെയാട്ടോ നമ്മൾ ബാക്കിയുള്ളതും ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പഴം വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളൂ. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ കഴിവേട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതേ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 1 കപ്പ് നമ്മുടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ചേർക്കുമ്പോൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് 1 കപ്പ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മധുരം നോക്കിയിട്ട് 1 കപ്പ് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. പല ശർക്കരയ്ക്കും പല മധുരമായിരിക്കുമല്ലോ. അപ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം നല്ലപോലെ തന്നെ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ആണെങ്കിലും നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് ശരിക്കും നമ്മുടെ ശർക്കരയൊക്കെ ആണെങ്കിലും നാലെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് അങ്ങനെ തിളയ്ക്കുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് കുറുകി വരും. ഒരുപാടൊന്നും വേണ്ട, 2-3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ച നമ്മുടെ ഈ ശർക്കര പാനിയിലേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അവലിൻ്റെയും അതേപോലെ തന്നെ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചത് അതങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ശർക്കരയിൽ ഒട്ടും തന്നെ കല്ലില്ലാതിരുന്നുകൊണ്ടാട്ടോ ഞാൻ അരിച്ചെടുക്കാതിരുന്നത്. കല്ലുണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് അരിച്ചിട്ട് വേണം നിങ്ങൾ ഇതേപോലെ ചെയ്യാനായിട്ട്. കൂടെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പഴത്തിൻ്റെ മിക്സും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഗ്യാസ് ഒരു മീഡിയത്തിലിട്ട് കൈയെടുക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ശർക്കരയിലുള്ള ചെറിയൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോയി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വേണം വരാനായിട്ട്. കണ്ടത് ഇപ്പോൾ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റുള്ള രൂപം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലെടുത്ത് ചെറിയൊരു ബോൾസൊക്കെ ആക്കിയെടുക്കാൻ പറ്റാവുന്ന ആ ഒരു രീതിക്ക് നമുക്ക് കിട്ടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ വലിയ ചൂടൊന്ന് ആറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മിക്സിൻ്റെ ആണെങ്കിലും ആ വലിയ ചൂടൊക്കെ നാറിയുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കറക്റ്റായിട്ട് ചെറിയൊരു ഷേപ്പിലാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് പറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതങ്ങ് ആക്കിയെടുക്കാം. അപ്പോൾ ചെറിയൊരു ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയൊരു ഓവൽ ഷേപ്പിലൊക്കെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. നമുക്ക് ഏതാണോ ഇഷ്ടം അതേപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതേപോലെ 2 ഷേപ്പിലും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അതേപോലെ ചെയ്യാം. എങ്ങനെയാണെങ്കിലും ടേസ്റ്റ് സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് പഴുത്ത പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതേപോലെ ചെയ്ത് നോക്കൂട്ടോ. അവർ പോലും അറിയാതെ അങ്ങ് കഴിച്ച് പോയിക്കോളും. കാരണം ഇതിനുള്ള പഴം ഉണ്ടെന്ന് അറിയുകയും ചെയ്യും. എന്നാൽ നല്ലൊരു ടേസ്റ്റ് തന്നെ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് അവലിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇനിയിപ്പോൾ ഷേപ്പാക്കി എടുക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊന്ന് പറ്റി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ച് ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ എങ്ങനെയാണോ ഇഷ്ടം അതേപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അവലും പഴവും ഉപയോഗിച്ചിട്ടുള്ള സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്നാക്സ് അല്ല, ഒരു 4 മണി പലഹാരം, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരം. നല്ല കറുത്ത പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ മിസ് ചെയ്യാതെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. കണ്ടോ, ഇടയ്ക്ക് കാഷ്നട്ടും അതേപോലെ തന്നെ അവലും പഴവും ഒക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ വീഡിയോയ്ക്ക് മുമ്പ് നേരത്തെ ഒരു അവലുണ്ട ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു റെസിപ്പിയുടെ മെത്തേഡൊക്കെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യത്തിലും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം പഴമൊക്കെ ചേർക്കുന്നതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നമ്മുടെ റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കി നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാം. കൂടെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്കിപ്പോൾ ഇതേപോലുള്ള നല്ല പുതിയ അടിപൊളി റെസിപ്പീസിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.